ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നാരായണീയ പാരായണം 43-ാം ദശകം. തൃണാവർത്തവധം. തൃണാവർത്തൻ എന്ന അസുരൻ ഭഗവാൻ കൃഷ്ണനെ വധിക്കാനായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരിക്കൽ യശോദ കണ്ണനെ എടുത്തപ്പോൾ ഭയങ്കര ഭാരം തോന്നി. അങ്ങനെ എടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ വന്നപ്പോൾ അവിടെ പുറത്ത് ഒരു കിടക്കയിൽ കണ്ണനെ കിടത്തിയിട്ട് പല വീട്ടുകാര്യങ്ങൾക്കായിട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ പൊടി പടലങ്ങൾ ഉയരുകയും ഭയങ്കരമായ ശബ്ദം കേൾക്കുകയും ചെയ്തു. അത് തൃണാവർത്തൻ എന്ന അസുരൻ ൻ്റെ വരവായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ഈ ഭഗവാൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് തൃണാവർത്തൻ ആകാശത്തിലേക്ക് ഉയർന്നു. അവിടെ ഭഗവാന്റെ ഭാരം പക്ഷേ അസുരന് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനെ എടുക്കാൻ വയ്യ തൃണാവർത്തനും ആ ദൂരെ നിന്ന് താഴേക്ക് പതിച്ചു. അത് ആ വീഴ്ചയിൽ തൃണാവർത്തനെ ഭഗവാൻ വധിക്കുകയാണ് ശരിക്കും ചെയ്തത്. അപ്പോൾ പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ വലിയൊരു പാറയുടെ മുകളിൽ കിടക്കുന്ന പോലെയാണ് ആ അസുരൻ്റെ പുറത്ത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കിടക്കുന്നത്. അങ്ങനെ ആ ഗോപസ്ത്രീകളും ഗോപന്മാരും ഭഗവാനെ എടുത്തുകൊണ്ട് കൊഞ്ചിക്കാനും ചുംബിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഭഗവാൻ എല്ലാവർക്കും സന്തോഷം കൊടുത്തു. അതുപോലെ മേൽപ്പത്തൂർ പറയുന്നത്, എൻ്റെയും വാതരോഗം മാറ്റി എനിക്ക് സന്തോഷം സമാധാനം നൽകണേ ഭഗവാനെ എന്നാണ്. ഗണേശായ നമഃ ചൊല്ലാം. പാരായണം 43-ാം ദശകം. തൃണാവർത്തവധം. ത്വമേകദാ ഗുരുമരുത്പുരനാഥാവൂഢം ഘടാതിരൂഢഗരിമാണം അപാരയന്തി മാതാനിധായ ശയനേ കിമിദം വദേതി ധ്യായന്തി അചേഷ്ടത ഗൃഹേഷു നിവിഷ്ട ശംഖാ താവദ്വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പരിപൂരിദാശ വാത്യാവഭു സഖില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദഷ്ടം കിമപ്യ കുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിം ഇതി ത്വദ് ഉപാന്തമാപ്താ മാധാഭവന്തം അവിലോക്യ ഭൃശം രുരോധ താവത്സദാനവവരോഭി ച ദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗഃ സങ്കോചമാപ തധനു ക്ഷത പാംസു ഘോഷേ ഘോഷേ വ്യഥായത ഭവജ്ജനനീ നിനാദഃ രോധോപകർണന വശാദ് ഉപഗമ്യ ഗേഹം ക്രന്ദത്സു നന്ദമുഖ ഗോപകുലേഷു ദീനഃ ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷു ത്വയ്യ പ്രമുഞ്ചതി പപാദവിയത് പ്രദേശാദ് രോധാകുലാ തദനുഗോപ ഗണാബഹിഷ്ട പാഷാണപൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തം അമുഷ്യവക്ഷാസ്യ ക്ഷീണം ഏവ ച ഭവന്തമലം ഹസന്തം ഗ്രാവപ്രപാദപരിവിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസുദുഷ്ട ധനുജോപരി ദൃഷ്ടഹാസം ആജ്ഞാനം അംബുജകരേണ ഭവന്തമേത്യാ ഗോപാദതുർ ഗിരിവരാദ് ഇവ നീലരത്നം ഏകൈക ആശു പരിഗൃഹ്യ നികാമനന്ദൻ നന്ദാദിഗോപരിരബ്ധ വിജുംബിതാംഗം ആധാതു കാമപരിശങ്കിത ഗോപനാരീ ഹസ്താംബുജപ്രപതിതം പ്രണമോ ഭവന്തം ഭൂയോപി കിം नु കൃണുമ പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയദാത്സുതം നഃ മാതര പിതൃപ്രമുഖൈസ്തദാനിം സംപ്രാർത്ഥിത സ്ത്വദവനായ വിഭോ ത്വമേവ വാദാത്മകം ധനുജമേവ മയി പ്രദൂന്വൻ വാദോദ്ഭവാൻ മമ ഘൃതാൻ കിമുനോദുനോഷി കിം വാ കരോമി പുനരഭി അനില ആലയേഷ നിശേഷരോഗശമനം മുഹുരർത്ഥേ ത്വാം. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു 43-ാം ദശകം
തൃണാവർത്തവധം ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യോഗീന്ദ്രാണാം ത്വദംഗേഷധിയസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതിരികിസലയം നാദദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിഷതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യതികനിഗദിതം വിശ്വനാഥക്ഷമേധാ ശ്രോത്രം ചേതസഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. വേദാ നാരായണീയം ശ്രുതിഷു ജജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈർദമിഹ കൃതം ആയുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഓം തത്സത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു 43-ാം ദശകം ഭഗവാൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരി ഓം.